രാമന്തളിയിലെ കൂട്ട ആത്മഹത്യ. തന്റെ ഭർത്താവിന്റെയും കുട്ടികളുടെയും മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആത്മഹത്യ ചെയ്ത കലാധരന്റെ ഭാര്യ നയൻതാര. ഡോക്ടർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് പോക്സോ കേസ് എടുത്തതെന്നും ഭാര്യയായി തന്നെ ഭർത്താവിന്റെ മൃതദേഹം അവസാനമായി കാണാൻ അനുവദിച്ചില്ലെന്നും നയൻതാര നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. എനിക്കൊരു അനിയനാണുള്ളത്, ഒരമ്മയുള്ളത്. അച്ഛൻ മരിച്ചതിന് ശേഷം നമുക്ക് ആരുമില്ല. നമ്മളങ്ങനെ ജീവിക്കുന്നത്. അപ്പം ആരുമില്ലാത്ത സ്ഥിതിക്ക് സാറെങ്കിലും സഹായിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയിട്ട് സാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്. മോളെ ഇവിടെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതൊന്നും ഇവിടുന്ന് പരിശോധിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പരിശോധിച്ചിട്ടില്ല. അന്ന് കുട്ടീനെ പരിശോധിച്ചിട്ടില്ല. എന്നിട്ട് അവിടെ നമ്മൾ ഇരുത്തുക ചെയ്തത്. പിന്നെ എൻ്റെ ഇളയമ്മയും അമ്മയൊക്കെ വന്നു. പിന്നെ അതിന് മുന്നേ പോലീസ് വന്നിട്ട് അപ്പോൾ കുട്ടി നല്ല ഈലല്ല, നല്ല ഒരു രീതിയിലല്ല അവൾ ഉണ്ടായത്. അപ്പോൾ അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല. ആദ്യമൊന്നും പറഞ്ഞില്ല കുഞ്ഞ്. പിന്നെ അവിടെ ഉള്ള സ്റ്റാഫിനോടും ബാക്കിയുള്ളവരോടെല്ലാം കാര്യങ്ങളെല്ലാം കുട്ടി തുറന്നു പറയാൻ തുടങ്ങി. കാരണം കുട്ടി നല്ല ആക്റ്റീവായി. പിന്നെ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നൊക്കെ മാറിയപ്പം കാര്യങ്ങളെല്ലാം കുട്ടി പറയാൻ തുടങ്ങി. എൻ്റെ അമ്മയും ഇളയമ്മയും വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ കാര്യം പറയാൻ പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പരിശോധിക്കാം, നമ്മൾ അത്രേ പറയുന്നുള്ളൂ. ഇത് മുന്നേ വന്ന കേസല്ലേ, പിന്നെ അത് നിങ്ങൾ ഒത്തുതീർപ്പാക്കി പോയതല്ലേ, ഇനി ഇതിന്മേലെ എന്ത് കേസ് തട്ടിപ്പാന്നൊന്നും ആർക്കറിയാന്നുള്ള രീതിയിലാണ് പോലീസുകാർ സമീപിച്ചത്. അപ്പം അത് കാരണം നമ്മളെയും കൂട്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു പേരറിയില്ല ഡോക്ടറെ, ഒരു ആണ് ഡോക്ടറും ഒരു നേഴ്സും കൂടെ പോയിട്ട് കുട്ടീനെ പരിശോധിച്ചു. സ്വകാര്യ ഭാഗത്തെല്ലാം അപ്പം നീരുണ്ടായിരുന്നു, ഒരു ഓറഞ്ച് കളർ, ആ ഒരു ഇതിൽ നീരുണ്ടായിരുന്നു സ്വകാര്യ ഭാഗത്ത്. അപ്പം ഇങ്ങനെ ഉണ്ട്, ഉള്ളത് തന്നെയാന്ന്. പിന്നെ അവിടുന്ന് ഡോക്ടർ തന്നെയാന്ന് വിളിച്ച് പോലീസിനെ വിവരറിയിച്ചത്. നിങ്ങൾ എന്തുകൊണ്ടാണ് കൂട്ടിയിട്ട് വരാഞ്ഞത്, ഇത് ഉള്ളത് തന്നെയാന്ന്, പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടത്തേക്ക് പോലീസ് വന്നു. പോലീസ് വന്നിട്ട് കുട്ടിയെടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ കുട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. FIRൻ്റെ അകത്ത് കൃത്യമായിട്ട് കുട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞതെല്ലാം ഉണ്ട്. അങ്ങനെയാണ് സംഭവം നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും സംസാരിച്ചതാണ്. വീട്ടുകാർ പല കളിയും എൻ്റെ അടുത്ത് കളിച്ചു, അവരെല്ലാം എന്നെ ചതിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഏട്ടനെ. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സംശയം എന്ന് പറയുന്നത് അച്ഛൻ കണ്ടെടുത്തു എന്നുള്ളത്, ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു എന്നുള്ളതാണ്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം വന്നത്. സാധാരണ ഒരു അച്ഛൻ നിലനിൽക്കും, ഒരു ഭർത്താവ് നിലനിൽക്കും, ഒരു അച്ഛൻ നിലനിൽക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും അത് എടുക്കാനോ അല്ലെങ്കിൽ അതെടുത്തിട്ട് പായാനോ ഉള്ള ധൈര്യം ഉണ്ടാവില്ല. ഒന്നിക്കൽ അലറി വിളിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷെ അതൊന്നും അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഈ കത്തും എടുത്തുകൊണ്ടാണ് അച്ഛൻ പോകുന്നത് എന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സംശയം വന്നത്. അവസാനമായിട്ട് എനിക്കൊന്ന് കാണണമെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അവരാരും എന്നെ അനുവദിച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാരെല്ലാം ഭീഷണിപ്പെടുത്തി, വന്നു കഴിഞ്ഞാൽ എന്നെ കൊല്ലും, അതുകൊണ്ട് ഓളെ കാണാൻ വിടൂല എന്നെല്ലാം ഭീഷണിപ്പെടുത്തി. എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അവരെന്നെ വിട്ടില്ല. വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാൽ കൊത്തി വേറുന്നാ പറഞ്ഞത്. എനിക്ക് എൻ്റെ 2 മക്കളും നഷ്ടപ്പെട്ടു. എൻ്റെ മോള് ജീവിച്ചിരിക്കുമ്പോ അതിനൊരു നീതി എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അത് മരിച്ചാലെങ്കിലും അതിന് നീതി മേടിച്ചു കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതെന്തായാലും അന്വേഷിക്കേണ്ടതാണ്, എങ്ങനെയാ മരിച്ചതെന്ന്. ഇത് ദുരൂഹതയുണ്ട്. ഒരിക്കലും ആ സമയത്ത് അങ്ങനെ ചെയ്യില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയതാണ്.